ഹലോ, കല്യാണ തിരക്കുകൾക്കിടയിൽ പ്രിസർവ് ചെയ്യാൻ പെട്ടെന്ന് മാല എത്തിക്കാന്ന് പറയുന്നതൊക്കെ പോസിബിൾ ആയിരിക്കില്ല അല്ലെ. തിരക്കുകളൊക്കെ കഴിയുമ്പോൾ ഫ്ലവേഴ്സ് പൂപ്പൽ പിടിച്ച് അതിന്റെ കളറൊക്കെ ഫെയ്ഡായി പോയിട്ടുണ്ടാവും. പ്ലാസ്റ്റിക് കവറിൽ സൂക്ഷിക്കാതിരിക്കുക, അത് ഫ്ലവർ ചീഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ നോർമലി എയർ ഡ്രൈ ചെയ്ത് സൂക്ഷിക്കാം. വായുസഞ്ചാരമുള്ള റൂമിൽ തലകീഴായി തൂക്കിയിട്ടും നമുക്ക് കുറച്ച് ദിവസം നന്നായി കീപ്പ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് പെട്ടെന്ന് പ്രിസർവ് ചെയ്യാൻ ഏൽപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിസർവേഷൻ റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുക. 1 വർഷം വരെ സൂക്ഷിച്ചു വെച്ച ഫ്ലവേഴ്സ് അടക്കം പ്രിസർവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് വരാറുണ്ട്. എന്തായാലും പറ്റും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രഷ് ഫ്ലവർ ഒരിക്കലും നമ്മൾ ഡയറക്റ്റ് ആയിട്ടല്ല പ്രിസർവ് ചെയ്യുക, അത് നമ്മൾ ഡ്രൈ ആയിട്ടായിരിക്കും പ്രിസർവ് ചെയ്യുക. സോ ഡ്രൈ ആയിട്ടുള്ള ഏത് ഫ്ലവറും നമുക്ക് പ്രിസർവ് ചെയ്യാം. പക്ഷെ എങ്ങനെയാണത് ഡ്രൈ ആക്കുന്നത് എന്നതിലാണ് കാര്യം. നിങ്ങൾക്ക് വെഡിങ് ഗാർലൻഡോ മറ്റു ഫ്ലവേഴ്സ് എന്തെങ്കിലും പ്രിസർവ് ചെയ്യാനോ? കൂടുതലും വീഡിയോസിൽ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് റെസിൻ ഒഴിക്കുന്നത് മാത്രം കാണിക്കുമ്പോൾ ഇത് എത്ര സിമ്പിൾ ആണെന്ന് പലർക്കും തോന്നാറുണ്ട് അല്ലേ. ഇത് കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല, നമുക്കൊരു കല്യാണമാല പ്രിസർവ് ചെയ്യാൻ കിട്ടുമ്പോൾ മുതലുള്ള പ്രോസസ്സാണ്. ഒരുപാട് പ്രോസസ്സിന് ശേഷമാണ് നമ്മൾ സെറ്റ് ചെയ്ത് റെസിൻ ഒഴിച്ച് അത് ഫുൾ കംപ്ലീറ്റ് ആക്കുന്നത്. വീഡിയോസ് ഒക്കെ കാണുന്നവർക്ക് ഇത് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇതാണ് സിലിക്ക ജെൽ, നമ്മുടെ വാട്ടർ കണ്ടന്റ് ഒക്കെ വലിച്ചെടുക്കുന്ന സാധനം. മഴക്കാലം ആയതുകൊണ്ട് നന്നായി ചൂടാക്കി സിലിക്ക ജെല്ലിലെ വാട്ടർ കണ്ടന്റ് എല്ലാം കളഞ്ഞതിന് ശേഷം വേണം നമുക്ക് ഈ പെറ്റൽസിൽ ഇട്ട് വെക്കാൻ. അപ്പൊ നമ്മുടെ പെറ്റൽസ് ഒക്കെ സെറ്റ് ആവട്ടെ, എന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. കൂടുതൽ ഇൻഫർമേഷന് ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.